രാഹുൽ മാക്കൂട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയിലില്ല. പാർട്ടിയിൽ ഉള്ള അല്ലല്ലോ അദ്ദേഹം. ഞങ്ങളുടെ പാർട്ടി എല്ലാവരുമായി ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. അതിനെപ്പറ്റി ഞാനൊരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. പാർട്ടിയുടെ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി എടുത്ത തീരുമാനമാണ്. അതിപ്പോഴും നിലനിൽക്കും. എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ പുറത്താക്കാനുള്ള അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതൊരു ജനറലായ കാര്യമാണ്. ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ബിജീഷ്, പാർട്ടിയിലില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ചെന്നിത്തലക്കുള്ളത് ചെന്നിത്തലക്ക്, രാഹുലിനുള്ളത് രാഹുലിന്, പാലക്കാട് അത് രാഹുലിനുള്ളതാണ് എന്ന് ചെന്നിത്തല മനസ്സിലാക്കുന്നത് നല്ലതാ. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും ചെന്നിത്തല മറക്കുകയും വേണ്ട. ഇന്നലെ പാലക്കാട് ചെന്നിട്ട് മാധ്യമപ്രവർത്തകരെ കണ്ട് സംസാരിക്കാൻ നിന്ന ചെന്നിത്തലക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് പിന്നെ ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് ഞാനിവിടെ പറയുന്നുമില്ല, ഞാൻ നിങ്ങളെ കാണിക്കുന്നുമില്ല. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ചെന്നിത്തലയോട് പറയാനുള്ളത്, ചെന്നിത്തലക്കുള്ളത് ചെന്നിത്തലക്ക്, രാഹുലിനുള്ളത് രാഹുലിന്, പാലക്കാട് രാഹുലിനുള്ളതാണ് എന്നുള്ള കാര്യം അറ്റ്ലീസ്റ്റ് ആ ഒരു ബോധ്യം ഉണ്ടാവുക. രാഹുൽ മാങ്കൂട്ടത്തില് രാഷ്ട്രീയ വേട്ടയുടെ ഇരയാണ് എന്നുള്ള കാര്യത്തില് ഒരു തർക്കവും ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെ? രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികള്, രാഹുലിന് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം തന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഒരാളുടെയും സമ്മതമില്ലാതെ ഒരു ബാഡ് ടച്ച് പോയിട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും താൻ ആർക്കും നൽകിയിട്ടില്ല എന്ന് രാഹുൽ പറയുന്നുണ്ട്. സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. എല്ലാം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മറ്റൊരു കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിൽ നിന്നൊക്കെ വലിയ ഒരു പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. തെറ്റുകൾ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതൊക്കെ തിരുത്തി മുന്നേറാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിനാണ് ഇനിയുള്ള ജീവിതം എന്ന് അയാൾ പറയുന്നുമുണ്ട്. അയാൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോ ഈ പറയുന്ന ചെന്നിത്തലയെ പോലെയുള്ള ആളുകള് വീണ്ടും തനിക്ക് മുകളിൽ ഉയർന്നു വരുമോ എന്നുള്ള ഭയത്താൽ അയാളെയൊക്കെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇന്നലെ പാലക്കാട്ട് നേരിട്ടത് കേരളത്തിൽ ഉടനീളം ചെന്നിത്തലക്ക് നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട, ഒരു തർക്കവും വേണ്ട. അപ്പോ ചെന്നിത്തല കൂടുതൽ വെളച്ചിലെടുക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. മനസ്സിലായില്ലേ? ഈ വെട്ടിവീഴ്ത്തുന്ന ഏർപ്പാട്, അല്ലെങ്കിൽ ഒരവസരം കിട്ടിയപ്പോ അയാളെ അങ്ങ് തേച്ചു മായ്ച്ച് കളയാം എന്ന് ചെന്നിത്തല കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹമാണ് മോനെ ദിനേശ, വ്യാമോഹം എന്ന് തന്നെ പറയേണ്ടി വരും ചെന്നിത്തലയോട്, അല്ലെ? എന്റെ കയ്യിൽ ആ ക്ലിപ്പ് ഇല്ലാഞ്ഞിട്ടല്ല. ഞാന് ഈ പാർട്ടിയോട് നമുക്കൊരു സ്നേഹമുണ്ടല്ലോ. ആ പാർട്ടിയോട് സ്നേഹം ഉണ്ടാകുമ്പോ, പാർട്ടിയുടെ നേതാവായ ചെന്നിത്തലക്ക് ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോ അതിങ്ങനെ എല്ലാവരെയും കാണിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ആ ഒരു കൺസിഡറേഷൻ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ ചെന്നിത്തലക്ക് നൽകുമ്പോ തിരിച്ചും ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ കൺസിഡറേഷനുകൾ എല്ലാവർക്കും വേണമെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം ഓഫ് കോഴ്സ് അയാൾ ഒരു രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഇരയായിരുന്നു എന്നുള്ള കാര്യത്തില് ഒരു തർക്കവുമില്ലാത്ത വ്യക്തികളാ നമ്മളെല്ലാവരും. ചെന്നിത്തലക്ക് ഇത് ബോധ്യമില്ലായിട്ടാണോ? അല്ല, ചെന്നിത്തലക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ എന്നാലും അവൻ എന്നെക്കാളും വളരുമോ എന്നുള്ളൊരു ഭയം ചെന്നിത്തലയുടെ ഉള്ളിൽ ഉണ്ട് താനും. ഇല്ലെന്ന് പറയാൻ കഴിയില്ല. അപ്പോ എന്താണെങ്കിലും അതിനുള്ള മറുപടി ഇന്നലെ പാലക്കാട് നിന്ന് ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് ചെന്നിത്തലക്ക്, കോൺഗ്രസിന്റെ പ്രവർത്തകർ കൊടുത്തിട്ടുണ്ട് ചെന്നിത്തലക്ക്, അല്ലേ? അപ്പോ അതൊക്കെ ചെന്നിത്തല ഒന്ന് ഇരുന്ന് രാത്രിയിൽ കിടക്കാൻ നേരത്തെങ്കിലും ഇതേക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. കാരണം എന്തുകൊണ്ട് സാധാരണക്കാരായ പ്രവർത്തകര്, പാലക്കാട്ടെ ജനത എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി, എന്തുകൊണ്ട് അവരത് ചെയ്തു എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? പാലക്കാട് രാഹുലിനുള്ളതാ, അത് രാഹുലിന് കിട്ടിയേ മതിയാകൂ എന്ന് ഒരൊറ്റ വാക്കിൽ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. കാരണം ഞാനിതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഈ പല്ലിൽ കുത്തി നാറ്റിക്കുന്ന ഏർപ്പാടിന് ഞാൻ നിൽക്കുന്നില്ല. പക്ഷെ ചിലതൊക്കെ പറയാതെ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നുള്ള ബോധ്യം തന്നെയാണ് ഇത് ഞാൻ പറയേണ്ടെന്ന് കരുതിയതാണ്. മനസ്സിലായില്ലേ? രാഹുൽ പാർട്ടിക്ക് പുറത്താണെന്ന് ചെന്നിത്തല പറയുമ്പോഴും ചെന്നിത്തല ഒരു കാര്യം മനസ്സിലാക്കണം.
രാഹുൽ പാർട്ടിക്ക് പുറത്താണെങ്കിലും അയാളുടെ ഉള്ളിൽ നിന്ന് അയാൾ പാർട്ടിയെ എടുത്ത് പുറത്തിട്ടിട്ടില്ല. അതുകൊണ്ട് ഏത് നിമിഷവും അയാൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്താം. അങ്ങനെ തിരിച്ചെടുക്കണം, വേണ്ടി വന്നാൽ തിരിച്ചെടുക്കണം, അയാളെ മത്സരിപ്പിക്കണം. നിങ്ങളൊരു കാര്യം ആലോചിച്ചോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളും വിവാദങ്ങളും ഒന്നുകൊണ്ട് മാത്രം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിച്ചാൽ തോൽക്കുകയില്ല. മറിച്ച് ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിച്ചാൽ വിജയിച്ച് കയറും എന്നുള്ള ഉറപ്പുമുണ്ട്. അത് ചെന്നിത്തല ഇന്നലെ നേരിട്ട് കണ്ടറിഞ്ഞതാണ്, അനുഭവിച്ചതാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ വിവാദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ സാധിച്ചു എന്ന് ചെന്നിത്തലക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇല്ലാതെയായിട്ട് ദിവസങ്ങളായിട്ടുണ്ട്. അയാള് പാലക്കാട് നിന്ന് മാറി നിന്നിട്ട് ദിവസങ്ങളായിട്ടുണ്ട്. 10-18 ദിവസം അയാൾ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവൻ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോഴും പാലക്കാട്ട് ജനതയ്ക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഒരു ആവേശം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ചെന്നിത്തലയ്ക്ക്, ഇനി ആർക്കൊക്കെ സംശയം ഉണ്ടെങ്കിലും ചെന്നിത്തലയ്ക്ക് സംശയം ഉണ്ടാവില്ല. കാരണം ഇന്നലെ അത് പാലക്കാട് വെച്ചിട്ട് ചെന്നിത്തല തന്നെ അത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ചെന്നിത്തല ഞാൻ പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഞാൻ ഇതിൽ ചെന്നിത്തലയെ അടച്ചാക്ഷേപിക്കുന്നൊന്നുമില്ല. ഈ ചെന്നിത്തല ചില കാര്യങ്ങൾ അങ്ങനെ തുറന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും പറയാത്തത്. രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട് മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ചെന്നിത്തല ഒരു അവിടെയും ഇവിടെയും തൊടാതെ ഒരു മറുപടി പറഞ്ഞു എന്ന് വേണമെങ്കിൽ നമ്മൾ കരുതിയാൽ മതി. അങ്ങനെ ഇപ്പോ ചെന്നിത്തല പറഞ്ഞത് എന്താ? രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് പുറത്തില്ല, അല്ല പാർട്ടിക്ക് പുറത്താണ്. ആ പാർട്ടിക്ക് പുറത്തുള്ള വ്യക്തിയെ കുറിച്ച് ഞങ്ങളല്ല തീരുമാനിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ശരി തന്നെയാണ്. അപ്പോ അതിൽ ഒരു വ്യക്തമായ മറുപടി പറയുന്നതിന് പകരം ഇങ്ങനെ ഒരു വളച്ചു കെട്ടി മറുപടി പറഞ്ഞതായിരിക്കാം എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ചില സസ്പെൻസുകൾ പൊളിക്കാതിരിക്കാൻ വേണ്ടിയും അദ്ദേഹം ശ്രമിച്ചതായിരിക്കാം എന്ന് വേണമെങ്കിലും നമുക്ക് കരുതാം. എന്താണെങ്കിലും ചെന്നിത്തല കോൺഗ്രസിന്റെ നേതാക്കളും മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളിൽ കോടതി പറഞ്ഞത് എന്താ? ആ കോടതിയുടെ കാര്യം കോടതി നിയമമാണല്ലോ പറയുന്നത്. ഈ രാജ്യത്ത് നിയമം പറയുന്നത് കോടതിയുമാണല്ലോ. അവിടെ കോടതികൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അത് മാത്രം പരിഗണിച്ചാൽ മതി. അത് മാത്രം പരിഗണിച്ചാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിലും അയാളെ മത്സരിപ്പിക്കുന്നതിലും യാതൊരു തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോ അത്തരം കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം പാർട്ടി നടത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് പാലക്കാട്ടെ ജനത രാഹുൽ മാങ്കൂട്ടം വേണമെന്നുള്ള ആവശ്യക്കാരാണ്. പാർട്ടിയും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അത് നേതൃത്വം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ചില ന്യൂസുകൾ വരുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെന്നിത്തലയെ പോലെയുള്ളവര് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക? അത് പാർട്ടി പറയുമെന്നോ അല്ലെങ്കിൽ തീരുമാനത്തിന് ശേഷം പറയാമെന്നോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാം. അതിന് പകരം നിങ്ങൾ ഈ അവിടെയും ഇവിടെയും തൊടാതെ പറഞ്ഞ് ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകർ പോലും നിങ്ങൾക്ക് എതിരാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മനസ്സിലായില്ലേ? അപ്പോ അത്രയും ആലോചിച്ചാൽ മതി. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ചെന്നിത്തലക്കുള്ളത് ചെന്നിത്തലക്ക്, ഹരിപ്പാട് ചെന്നിത്തലക്കുള്ളത് ചെന്നിത്തലക്കുണ്ട്, പാലക്കാട് രാഹുലിനുള്ളതാ അത് രാഹുലിന് തന്നെ. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ കാര്യങ്ങളെന്ന് ചെന്നിത്തലയെ പോലെയുള്ള മുതിർന്ന നേതാക്കള് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ഇപ്പൊ ഇതിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അഡ്വക്കേറ്റ് ദീപ ജോസഫ് പോലും ചെന്നിത്തലയുടെ ഈ പരാമർശത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ സാധാരണക്കാരായ പ്രവർത്തകര് വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. അവര് നേരിട്ട് ചെന്നിത്തലക്ക് മുമ്പിൽ പോലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങള് ഇന്നലെ പാലക്കാട് വെച്ച് ഉയർത്തുകയും ചെയ്തു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചിലതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ വേട്ടക്കാരുടെ കൂട്ടത്തില് നിങ്ങളും പെട്ടുപോകുമെന്നുള്ള കാര്യം തിരിച്ചറിയാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കണം.
രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് വെറും ഒരു MLA അല്ല, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയല്ല. അയാൾ പാർട്ടിയാണ്. പാർട്ടിക്ക് വേണ്ടി എല്ലാം 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 നൽകിയവനാണ് രാഹുൽ മാങ്കൂട്ടം. ഒരു ഘട്ടത്തില് പാർട്ടി വീണെടുത്ത് പാർട്ടിയെ പ്രതിരോധിക്കാൻ, പാർട്ടിയുടെ ന്യായങ്ങൾ പറയാൻ ചെന്നിത്തല ഉണ്ടായിരുന്നില്ല, പക്ഷെ രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ, ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ പാർട്ടിയെ മുന്നിൽ നിന്ന് പ്രതിരോധിച്ചവരുടെ കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ട് എന്നുള്ള കാര്യം ചെന്നിത്തല മറന്നു പോകരുത്. ചെന്നിത്തല സ്ഥാനമാനങ്ങളിലും അധികാര കേന്ദ്രങ്ങളിലും വിഹരിക്കുമ്പോ പാർട്ടിയെ പ്രതിരോധിക്കാൻ, പാർട്ടിക്ക് വേണ്ടി ന്യായങ്ങൾ പറയാൻ, പിണറായി വിജയനെയും പിണറായി വിജയന്റെ ഭരണത്തെയും എക്സ്പോസ് ചെയ്യാൻ, തെരുവിൽ പോരാട്ടങ്ങൾ നയിക്കാൻ രാഹുൽ മാങ്കൂട്ടമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി ചെന്നിത്തല ഓർക്കുന്നത് നല്ലതായിരിക്കും.